അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, മറ്റൊരു റമദാൻ കൂടി നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ ഒരു മാസം എന്ന് പറയുന്നത് പാപമോചനം തേടുന്നതും കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതുമാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ റമദാൻ കഴിയുന്നതോടുകൂടി നമ്മളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരട്ടെ. പാപമോചനത്തിനെ പറ്റി പറയുമ്പോൾ എനിക്കൊരു കാര്യം ആണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളിൽ പലരും ചിന്തിക്കുന്നത് ഈ പാപമോചനം എന്ന് പറയുന്നത് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി എന്ന് പറയുമ്പോൾ മാത്രമാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ, അള്ളാഹുവിനെ പ്രേസ് ചെയ്യുമ്പോൾ, അള്ളാഹുവിനെ വാഴ്ത്തുമ്പോൾ ഒക്കെ നമുക്ക് പാപമോചനം ലഭിക്കുന്നതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു സിമ്പിൾ ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരൊരാൾ ഒരു ദിവസം 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ എല്ലാ പാപങ്ങളും പുറത്തെടുക്കപ്പെടുന്നതാണ്. ഗൈസ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നത് നമുക്ക് ഒരു സെക്കൻഡ് പോലും എടുക്കുന്നില്ല. ഒരു തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതൊരു 100 തവണ പറയാൻ വേണ്ടിയിട്ട് കൂടിപ്പോയാൽ നമുക്കൊരു 150 സെക്കൻഡ്, മാക്സിമം 2-2.5 മിനിറ്റ്. ഒരു 2-2.5 മിനിറ്റ് ദിവസം നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചിന്തിച്ച് നോക്ക്. പടച്ചവൻ്റെ അടുത്ത് നിന്ന് പാപമോചനം തേടാൻ വേണ്ടിയിട്ട് ഒരു 2.5 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ നമ്മളെ അവസ്ഥ? പടച്ചവൻ ഞങ്ങൾ ആക്കാതിരിക്കട്ടെ. പടച്ചവൻ നമുക്ക് എല്ലാവർക്കും പാപമോചനം തേടാൻ വേണ്ടിയിട്ട് തൗഫീഖ് നൽകട്ടെ. ഈ ഒരു മാസം കഴിയുന്നതോടുകൂടി നമ്മുടെ എല്ലാവരും പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. ഇൻഷാ അല്ലാഹ്, ഈ ഒരു ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നത് ഒരു ദിവസം 100 തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.